എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്ലാൻ വരച്ച് ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ അതിൽ ബാത്റൂമിൻ്റെ സ്ഥാനങ്ങളാണ് നമ്മൾ എവിടെയൊക്കെ വേണമെന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒരു ഗ്രഹത്തിൽ ഉത്തമമായിട്ട് നമുക്ക് അടുക്കള അല്ല അന്നാലയം നമുക്ക് എവിടെ സ്ഥിതി ചെയ്യും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ അത് നമ്മൾ ക്രമീകരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പിന്നെ മാറ്റത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഉത്തമ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണെന്ന് സാമാന്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മഹാദിക്കിലോട്ട് ഗ്രഹം പണിയുന്നതിന് ദോഷമില്ലെന്ന്. അപ്പം കിഴക്കേ, വടക്കേ, തെക്കേ, പടിഞ്ഞാറ് എന്ന മഹാദിക്കുകളാണ്. അപ്പോൾ ഇവിടോട്ട് ദർശനമായിട്ട് നമ്മൾ ഗ്രഹം പണിയുന്നത് നമുക്ക് ഉത്തമമായിട്ട് വരും. അപ്പോൾ എവിടോട്ട് ദർശനമായിട്ട് ഗ്രഹം പണിഞ്ഞാലും അടുക്കളയുടെ സ്ഥാനങ്ങൾ നമ്മൾ മാറുന്നില്ല. അത് നമുക്ക് ഉത്തമ സ്ഥാനമായിട്ടുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ അടുക്കള വയ്ക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ ഒരു ഗ്രഹത്തിൽ 4 കോണുകളുണ്ട്, 4 മൂലസ്ഥാനങ്ങളുണ്ടെന്ന്. അപ്പോൾ 4 മൂലകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തെക്ക് കിഴക്ക് ഭാഗമായിട്ടുള്ള അഗ്നികോണാണ്. രണ്ടാമത്തെ ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള നിരതികോണ്, അതിന് നമ്മൾ കന്നിമൂല എന്നറിയപ്പെടും. അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗമായിട്ടുള്ള ഈശാനകോണം, അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള വായുകോൺ. അങ്ങനെ 4 കോണുകളാണ് നമ്മുടെ ഒരു ഗ്രഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കോണുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുക്കളയുടെ സ്ഥാനം കാണുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയ്ക്ക് ഇപ്പോൾ 1-ാം സ്ഥാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അഗ്നിക്ക് പ്രധാനമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗമായിട്ടുള്ള അഗ്നികോണം. അപ്പോൾ അവിടെ ജഡരാഗ്നി എന്ന ഒരു അഗ്നിയുടെ പ്രധാനം കൽപ്പിച്ചുകൊണ്ട് അടുക്കളയ്ക്ക് നമ്മൾ 1-ാം സ്ഥാനമായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പം തെക്ക് കിഴക്കാണ് നമുക്ക് അഗ്നികോണിലാണ് നമുക്ക് 1-ാം സ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അവിടെ നമ്മൾ അടുക്കള പണിയുന്നത് 1-ാം സ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ തന്നെ നമ്മൾ 2-ാം സ്ഥാനമായിട്ട് കണക്കാക്കുന്നത് ഈശാനകോണാണ്. വടക്ക് കിഴക്ക് ഭാഗമായിട്ടുള്ള ഈശാനകോണിലാണ് നമ്മൾ 2-ാം ഭാവമായിട്ട് അടുക്കളയുടെ സ്ഥാനം കാണുന്നത്. കാരണം പണ്ടുള്ള ഗ്രഹങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ ഭാഗങ്ങളിൽ, എന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മോസ്റ്റ്ലി ഗ്രഹത്തിൽ നമ്മൾ അടുക്കള കാണാറുണ്ട്. ഇത് നമ്മൾ നേരത്തെ നമ്മൾ ഗ്രഹത്തിൽ നമുക്ക് ദോഷമില്ല അതവിടെ, കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥ രീതിയിലുള്ള കാറ്റ് നമുക്കെപ്പോഴും നമ്മുടെ ഗ്രഹത്തിലോട്ട് വമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ അടുക്കളയുടെ സ്ഥാനം. കാരണം പണ്ടൊക്കെ ഈ ഓല മേഞ്ഞതും ഓടിട്ട ഗ്രഹങ്ങളായിരുന്നു കൂടുതലുള്ളത്. ഈ കാറ്റിൻ്റെ ദിശ കൊണ്ട് നമുക്കതിനകത്തുള്ള പുകയും ഒക്കെ ഗ്രഹത്തിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് അടുക്കള ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം കാറ്റ് എപ്പോഴും നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സമയവും കേരളത്തിൻ്റെ ഭൂപ്രദേശത്തിൽ നമ്മൾ കാലാവസ്ഥയിൽ കാറ്റ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ആ ഭാഗത്തിൽ അടുക്കളയിൽ കാറ്റ് കൊണ്ട് നമുക്ക് ഈ പുകയൊക്കെ നമുക്ക് വെളിയിലോട്ട് പോകുന്നൊരു സ്ഥിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തിൽ പണ്ട് അടുക്കള സ്ഥാപിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ 2-ാം സ്ഥാനമായിട്ട് നമ്മൾ ഈശാനകോണിൽ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ഈശാനകോണിലാണ് നമ്മൾ 2-ാം ഭാവമായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 3-ാം സ്ഥാനമായിട്ട് കാണുന്നത് വായുകോണിലാണ്. എന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമായുള്ള വായുകോണ് 3-ാം ഭാവമായിട്ട് നമ്മൾ അടുക്കളയുടെ സ്ഥാനം കാണും. ഇപ്പോൾ ഈ 3 ഭാഗങ്ങളിൽ നമുക്ക് 1, 2, 3 എന്ന രീതിയിൽ നമുക്ക് അടുക്കള സ്ഥാപിക്കാം. നമ്മൾ അടുക്കള സ്ഥാപിക്കാൻ പറ്റാത്തത് കന്നിമൂല ഭാഗമായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുക്കള സ്ഥാപിക്കുന്നത് നമുക്ക് ദോഷകരമാണ്. കാരണം നമുക്കത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്കത് ഉത്തമ സ്ഥാനമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ അടുക്കള സ്ഥാപിക്കും. പണ്ട് ഗ്രഹങ്ങളിലൊക്കെ ഇന്ദ്രപദത്തിൽ നമ്മൾ അടുക്കള സ്ഥാപിച്ചു കണ്ടുണ്ട്. പക്ഷേ ശുദ്ധ വൃത്തിയോടുകൂടി നിരതി എന്നുള്ള ഒരു അസുരൻ്റെ സ്ഥലമാണത്. അപ്പോൾ ശുദ്ധ വൃത്തിയോടുകൂടി നമ്മൾ അടുക്കള അവിടെ സ്ഥാപിക്കുന്നത് പണ്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ അടുക്കളയുടെ സ്ഥാനം അവിടെ നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ പൂജാമുറിയോ അല്ലെങ്കിൽ പ്രധാന ബെഡ്റൂമോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ഭാഗങ്ങളിൽ നമുക്ക് അടുക്കള, അതുപോലെ തന്നെ നമുക്ക് കിഴക്കോട്ടും വടക്കോട്ടും നമുക്ക് നോക്കി നിന്ന് പാചകം ചെയ്യുന്നതിനും ദോഷമില്ല. പിന്നെ പടിഞ്ഞാറോട്ടും നോക്കി പാചകം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. തെക്കോട്ടും ദർശനമായിട്ട് നമ്മൾ നോക്കി പാചകം ചെയ്യുന്നത് നമുക്ക് ദോഷകരമാണ്. അപ്പം കിഴക്കും വടക്കും പടിഞ്ഞാറും നോക്കി പാചകം നമുക്ക്, എന്ന് വെച്ചാൽ അടുപ്പിൻ്റെ സ്ഥാനവും നമുക്ക് ക്രമീകരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്നിവിടെ ചർച്ച ചെയ്തത്. ഇതുപോലുള്ള വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട്. നമുക്ക് ഈ
1 മിനിറ്റുള്ള വീഡിയോ ആണ് കാണുന്നത് എന്ന്. പക്ഷേ നമ്മൾ 4-5 മിനിറ്റുള്ള വീഡിയോ എടുക്കുന്നത് അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പെട്ടെന്നുള്ള വീഡിയോ തീരുന്നതെന്ന് വെച്ചാൽ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴാണ് അവിടെ 1 മിനിറ്റ് നമുക്കവിടെ കാണത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണേണ്ടവർ മൊത്തമായിട്ട് കാണേണ്ടവർ ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വാസ്തുപരമായിട്ടുള്ള ബാക്കി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടുത്തൊരു ദിവസം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നമസ്കാരം.